ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോണത് ഒരു പ്രേമത്തിൻ്റെ കഥയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ വലിയൊരു കോടീശ്വരനാണ്. ആ കോടീശ്വരന് ആകെ ഒരു മകളുള്ളൂ. അപ്പോൾ ആ മകളിൽ അത്രയും സന്തോഷമായിട്ടാണ് ആ മകളെ വളർത്തുന്നത്. എല്ലാ സൗകര്യങ്ങളും ആഡംബരമായിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. ഈ ഇവളുടെ അച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞ് പട്ടിണി കിടന്നിട്ടാണ് ഈ നിലയിലെത്തിയത്, നല്ലൊരു പൈസക്കാരനായത്. അതുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അയാൾക്ക് അറിയാം. അവിടെ തോട്ടക്കാരനായി വന്നാണ് ഒരു ചെറുപ്പക്കാരൻ, നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ. പഠിച്ചിട്ടുണ്ട്, ജോലി കിട്ടിയില്ല. ലാസ്റ്റ് തോട്ടക്കാരനായിട്ട് ജോലി ചെയ്യുക. ഈ അവിടുത്തെ ആ പെൺകുട്ടിക്ക് ഇയാളെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അവരങ്ങനെ ഭയങ്കര പ്രേമത്തിലായി. അവരങ്ങനെ പ്രേമിച്ച് വളരെയധികം നല്ലൊരു പ്രേമത്തിൽ നടക്കുന്ന കാലത്ത് ലാസ്റ്റ് ഇവൻ പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നടക്കാത്ത കാര്യമാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു കാര്യം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു, ഞാനും അതെ. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ഈ കോടികളും സ്വത്തുകളൊക്കെ ഉണ്ടായത് അച്ഛൻ്റെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അച്ഛൻ പറയണത് കേൾക്കാണ്ട് അച്ഛനെ പറയുന്ന ഒരാളെയാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ. നിങ്ങളോട് തോന്നിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം തോന്നി, സ്നേഹം തോന്നി, അതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛൻ ചിലപ്പോൾ നമ്മുടെ ബന്ധം അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്കും കൊടുത്ത് അവരങ്ങനെ ആ പ്രേമം അങ്ങനെ പൂവിട്ട് വളർന്നു. അവിടുന്ന് ഗാർഡനിലാണ് അവന് ജോലി. അപ്പോൾ ഇവിടെ എന്നും പൂവ് പൊട്ടിക്കാൻ വരും, നല്ല നല്ല പൂവുകൾ പൊട്ടിച്ച് കൊടുക്കും. അത് ചൂടി നടക്കണം, അവരൊരു സന്തോഷം. അങ്ങനെ ഈ പ്രേമം നടക്കുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ ഇവളുടെ കല്യാണം നടത്താനായിട്ട് തീരുമാനമായി. കല്യാണം നടത്തുമ്പോൾ അച്ഛന് ഒറ്റ കാര്യമുള്ളൂ, ഏതെങ്കിലും ഒരുത്തൻ വന്ന് പെണ്ണ് കണ്ട് അല്ലെങ്കിൽ കുറേ സ്ത്രീധനം മോഹിച്ച് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. എൻ്റെ ഈ സ്വത്തുകളൊക്കെ നിലനിർത്താനും എൻ്റെ മകളെ നന്നായി നോക്കാനും നല്ല ഹൃദയമുള്ളവനും നല്ല ബുദ്ധിയുള്ളവനും ആയിരിക്കണം എൻ്റെ മകളുടെ ഭർത്താവ്. അങ്ങനെയുള്ള ഒരാൾക്കേ ഞാൻ എൻ്റെ മകളെ കൊടുക്കൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം അദ്ദേഹം തീരുമാനിക്കുന്നു. അത് മകളോടും പറഞ്ഞു. മകൾ പറഞ്ഞു, അച്ഛൻ എന്ത് തീരുമാനിച്ചോ ഞാനതിന് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഒരു പരസ്യം കൊടുക്കണം, ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ കൊടുക്കുന്നു. വരന് ബുദ്ധി ഉണ്ടായാൽ മതി, സാമ്പത്തികം വേണ്ട, ദരിദ്രനായോട്ടെ, നല്ല ബുദ്ധിയും അതുപോലെ തന്നെ കഴിവുള്ളൊരു വ്യക്തിക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിവാഹത്തിന് വരുന്നവരോട് ഞാൻ 2 ചോദ്യം ചോദിക്കും. ആ 2 ചോദ്യത്തിന് അവർ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ആൻസർ പറഞ്ഞാൽ ഞാൻ എൻ്റെ മകളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കും. പിന്നെ ഈ കോടികളിലെ അധിപതി അവനായി മാറും, ബുദ്ധി ഉണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരസ്യം ആദ്യമാണ്. അങ്ങനെ ആരും ഒരു പരസ്യം കൊടുക്കില്ല. ഈ അച്ഛൻ അങ്ങനെയാണ് പരസ്യം കൊടുത്തത്. അത് കണ്ടപ്പോൾ ആ നാട്ടുകാരും എല്ലാവരും ഞെട്ടിപ്പോയി. ഇതെന്ത് ഇദ്ദേഹത്തിന് എന്താ തലയ്ക്ക് ഭ്രാന്താണ്, ഇങ്ങനെയാണോ ഒരു വിവാഹ പരസ്യം കൊടുക്കുക? ഈ പെൺകുട്ടീനെ വെച്ചാൽ അത്ര സുന്ദരിയാണ്, കോടികളുള്ള ആളാണ്, ബിസിനസ്സുള്ള ആളാണ്. ഇദ്ദേഹത്തിന് ഏത് രാജകൊട്ടാരത്തിൽ നിന്ന് ഏത് കോടീശ്വരനെ വേണമെങ്കിലും പോയിട്ട് മകനെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം, പറഞ്ഞാൽ കിട്ടും. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനൊരു പരസ്യം കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് നാട്ടുകാർക്കൊരു കൗതുകമായി മാറി. പിന്നെ ഒരു പലരും വന്നു കല്യാണത്തിന്, ഈ പെൺകുട്ടീനെ കാണാനും ഇയാളുടെ 2 ചോദ്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് പലരും വന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം പറഞ്ഞു, അന്ന് വന്നാൽ മതി, എല്ലാവരും അന്ന് വന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം ഇപ്പോൾ പറയാം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഇന്ന ദിവസം കൊണ്ടുവരിക. അപ്പോൾ ആ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം, എനിക്കും ഇഷ്ടപ്പെട്ടതായിരിക്കണം, നമ്മുടെ സമൂഹത്തിനും അതിന് ഒരുപാട് മെസ്സേജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വന്നവരൊക്കെ പോയി എല്ലാവരും എന്ത് കൊണ്ടുവരും? ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് എന്ത് നമ്മൾ കൊണ്ടു കൊടുക്കും എന്നായി എല്ലാവരും ചിന്ത. എല്ലാവരും അന്നത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അന്നൊരു ഒഴിവ് ദിവസമാണ്. അന്നാണ് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ വരാൻ പറഞ്ഞു പോണത്. 10-30 പേരുണ്ട്. ഈ 30 പേരും കാലത്ത് തന്നെ ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് എല്ലാവരും ഇയാളുടെ വീട്ടിലെത്തി. അപ്പോൾ ഓരോ സാധനങ്ങൾ ഇദ്ദേഹം പരിശോധിക്കുക. അപ്പോൾ ആദ്യത്തെ ആളുടെ അടുത്ത് പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ കരിമ്പണ് കൊണ്ടുവന്ന്, അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരിമ്പണ്. അതുപോലെ തന്നെ വേറൊരാൾ തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം കൽപ്പകവൃക്ഷമുള്ള ഭൂമിയിലത്തെ ആ നാളികേരമാണ്. ചില ഒരാൾ കൊണ്ടുവന്നപ്പോൾ തേനാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. ഈ നമ്മുടെ ചെറിയ ചെറിയ ജീവികൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നതാണ് തേൻ.
ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, അതാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഓരോരുത്തരും സമൂഹത്തിന് നല്ലതും നല്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ പലതും കൊണ്ടുവന്നു. ഈ തോട്ടക്കാരനും അതിലൊരാളായി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രേമിക്കുന്ന തോട്ടക്കാരൻ, അവൻ്റെ കയ്യിലുണ്ടൊരു പെട്ടി. ഇവനെ കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര അത്ഭുതം. അല്ല, നീ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടാ? നീ ഇവിടുത്തെ പണിക്കാരനല്ലേ, നീ ഇതിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ടാവും? ഓ യജമാനൻ സാർ, എനിക്ക് സാറിൻ്റെ മകളെ വലിയ ഇഷ്ടമാണ്. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ എനിക്ക് കല്യാണം കഴിച്ചാൽ ഞാൻ നോക്കിയോളാം. ഞങ്ങൾ അത്രയധികം എനിക്കധികം ഇഷ്ടമാണ്. പ്രേമമാണോ കാര്യങ്ങളോ എന്നൊക്കെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരു മാനസികമായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കൂടി ചെറിയൊരു ഇഷ്ടം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, പ്രേമിക്കുന്നതിനോടൊന്നും ഒരു തെറ്റുമില്ല, പ്രേമൊക്കെ ആവശ്യമാണ്, അതിലൊന്നും ഞാനൊരു കുറ്റം പറയില്ല. അതുപോലെ നിനക്കൊന്നുമില്ല എന്നുള്ളത് എനിക്കൊരു കുറ്റമായിട്ട് കാണുന്നില്ല. നീ എൻ്റെ ജോലിക്കാരനാണെന്ന് പറഞ്ഞാൽ, തോട്ടക്കാരനാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറ്റമായിട്ട് കാണില്ല. അതിലൊന്നും നമുക്കൊരു വിഷയമല്ല. എൻ്റെ വിഷയം എത്ര മാത്രമേ ഉള്ളൂ. ഏത് പിച്ചക്കാരനായാലും കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, അതിന് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞാൽ നിനക്കല്ല ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കാൻ എൻ്റെ മകളെ തയ്യാറാന്ന് പറഞ്ഞു. അല്ല അത് പോട്ടെ, നീ എന്താ പെട്ടിയിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഭയങ്കര ആകാംക്ഷ. ഇത്രയും ആൾക്കാരെ നോക്കിയത് പോലെയല്ല, ഇയാൾ ദിവസം കാണുന്നതാണ്, ഇയാൾ തോട്ടക്കാരനാണ്, അയാൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടപ്പെട്ട നല്ല ചെറുപ്പക്കാരനാണ്, എല്ലാവരോടും നല്ല മാന്യമായി പെരുമാറുന്ന ആളാണ്. അപ്പോൾ അവന് നമ്മുടെ മകളോട് പ്രേമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവൻ കൊണ്ടുവന്ന സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇയാൾക്ക് ഭയങ്കര ആകാംക്ഷ. അപ്പം മകളും നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇവ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ആടിൻ്റെ നാക്കായിരിക്കുന്നത്. നമ്മുടെ ഇയാൾ കുറേ നേരം എനിക്ക് നോക്കി. ഇതെന്താണ്ടത്, ഇതെന്തുട്ടാ ഈ സാധനം? ഇത് ആടിൻ്റെ നാക്കാണ് സാറേ. ഈ ആടിൻ്റെ നാക്ക് നീ പെട്ടിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കാരണം എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഓരോ സാധനങ്ങൾ ഓരോരുത്തർ തുറന്ന് കാണിക്കുമ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശം, ഇതിൻ്റെ സമൂഹത്തിന് എന്താണ് നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവനോട് ചോദിച്ചു, എന്താ നിൻ്റെ ഉദ്ദേശം? ഇതവരാരും കൊണ്ടുവരാത്തൊരു സാധനം നീ കൊണ്ടുവന്നോളൂ, ആട്ടിൻ്റെ നാക്ക്. മനുഷ്യൻ്റെ നാക്ക് മുറിച്ച് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല, അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആടിൻ്റെ നാക്ക് കൊണ്ടുവന്നത്. ശരി, എന്താണ് നീ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വായിലെ നാക്കാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായിലെ നാക്ക് നന്നായാൽ, നല്ല വാക്കുകൾ പറഞ്ഞാൽ, ഇപ്പോൾ സാറെന്നെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനോട് വെച്ചപ്പോൾ അത് വായിലെ നാക്കുള്ള കാരണമാണല്ലോ പറഞ്ഞത്. ഇത്രയും നല്ല കാര്യങ്ങൾ സാറിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? പ്രേമിക്കുന്നത് തെറ്റില്ല, എനിക്കതിൽ കുഴപ്പമില്ല, ഞാനൊരു പിച്ചക്കാരൻ്റെ വന്നാലും എൻ്റെ മകൾക്ക് ബുദ്ധിമാനാന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. അതിന് സാറിനൊരു നാക്ക് വേണ്ടേ? ഈ ലോകത്ത് ഏറ്റവും ഒരു മനുഷ്യന് ഏറ്റവും വലുത് നാക്കാണ്. ആ നാക്കാണ് മധുരമായി സംസാരിക്കുന്നത്, മധുരമായി ഒരാളെ നിന്ന് റെസ്പെക്റ്റ് മേടിക്കുന്നത്. ഈ നാക്ക് വെച്ചാണ് ഇന്ന് ഇവിടെ ഏതൊരു വ്യക്തിയും ആരെല്ലാം ആയിട്ടുണ്ടോ അത് ഈ നാക്ക് വെച്ചാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് വരെ ആ നാക്ക് വെച്ച് സംസാരിച്ചാണ് നമ്മളെയൊക്കെ ഓരോ അണികളെയും കൂട്ടിയത്. ഈ നമ്മുടെ ഇന്ത്യക്ക് വരും സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത് ആ നാക്കാണ്, ആ ബുദ്ധിയാണ്. ആ നാവില്ലെങ്കിൽ ആൾക്ക് സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. സത്യമല്ല അത്. ഇയാൾ പറഞ്ഞു, ശരി, ഇതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നെ പറയാം, നീ പൊക്കോളൂ. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഏറ്റവും കയ്പേറിയ ഒരു വസ്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ഏറ്റവും പൊട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പൊട്ട വസ്തു എന്താണ്, അത് നിങ്ങൾ കൊണ്ടുവരിക. അതോടുകൂടി എൻ്റെ ചോദ്യം കഴിഞ്ഞു. പിന്നെ നമുക്ക് കല്യാണത്തിലേക്ക് കിടക്കാം. ആർക്കാൻ്റെ റിസൾട്ട് വന്ന് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും തിരിച്ചു പോയി. രണ്ടാമത് ആ ഒരു ദിവസം വന്നു. ആ ദിവസം എല്ലാവരും ഇതുപോലെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു. കുറേ ആൾക്കാർ കയ്പയ്ക്ക കൊണ്ടുവന്നു, കുറേ ആൾക്കാർ കാഞ്ഞിരക്കുരു കൊണ്ടുവന്നു. കയ്ക്കനെ സകല സാധനങ്ങളും അവിടെ എത്തി, ചറപ്പറാന്നെല്ലാം എത്തി. ഇവൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവൻ്റെ അടുത്ത് വരുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്, ഇവ എന്താ കൊണ്ടുവന്നതെന്ന് അറിയാനായിട്ട്. ഇതുപോലൊരു പെട്ടിയുണ്ട് ഇവൻ്റെ കയ്യിൽ. പെട്ടി തുറന്നൊക്കെ പിന്നെ വീണ്ടും ഒരു ആടിൻ്റെ നാക്ക്. ഇതെന്താണ്ടത്? നീ കഴിഞ്ഞ പ്രാവശ്യം നാക്ക് കൊണ്ടുവന്നു, ശരി, സമ്മതിച്ചു, നീ പറഞ്ഞെല്ലാം സമ്മതിച്ചു, സത്യമാണ്, എനിക്കും അത് മനസ്സിലായി. പക്ഷെ വീണ്ടും നീ നാക്കെൻ്റെ ഇതിൽ കുത്തി നടത്തിയ പെട്ടിയിൽ കൊണ്ട് നോക്കണത് എന്താ? എനിക്ക് മനസ്സിലായില്ല, അതിൻ്റെ എന്താ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവൻ പറഞ്ഞെന്താ വെച്ചാൽ, സാറേ, ജീവിതത്തിൽ ഏറ്റവും കഴുപ്പെട്ടത്, ഏറ്റവും കയ്പേറിയത് ഈ നാക്കാണ്. കാരണം വെട്ടിക്കൊല നടക്കണം, കൊലപാതകങ്ങൾ നടക്കണം, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കണം,
ഒരാളായിട്ട് ശത്രുത വരുന്നു, ഒരാളെ പാര വയ്ക്കണ്, ശത്രുത വയ്ക്കണ്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കണത് എല്ലാം ഈ നാക്ക് കൊണ്ടാണ്. ഈ ലോകത്ത് ഏറ്റവും കഴിപ്പെട്ടത് ഈ നാക്കാണ്. ഈ നാക്കാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്വത്തുക്കളെ പോലും ഇല്ലാണ്ടാക്കി നമ്മളെ ദരിദ്രനാക്കാനായിട്ട് ഈ നാക്ക് മതി. ഈ നാക്ക് മതി ജീവിതകാലം മുഴുവൻ നമുക്ക് ജയിലിലേക്ക് എടുക്കാനുള്ള ഉണ്ടാവാനായിട്ട്. അതുപോലെ ഒരാളെ കൊല്ലാനായിട്ടും എന്തടി പിടിക്കും. അത്ര കൈപ്പേറിയൊരു വസ്തുവാണ് ഈ നാക്ക്. ഈ നാക്ക് ഇയാളാകെ അസ്തമിച്ച് പോയി, ഞെട്ടിപ്പോയി. ശരി ഞാനിതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കട്ടെ, അതിൻ്റെ ഞാൻ റിസൾട്ട് അറിയിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു. എന്താണ്? ഈ തോട്ടക്കാരനാണ് അതിൽ വിജയിച്ചത്. അവൻ്റെ പോലെ ബുദ്ധിയും വിവേകം, അവൻ്റെ പോലെയുള്ള കഴിവും വേറെ ആർക്കും അയാൾ കണ്ടില്ല. മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. മകളുടെ ആഗ്രഹം പ്രകാരം ഇയാളുടെ ആഗ്രഹപ്രകാരം കല്യാണം കഴിച്ചു. അവരുടെ പ്രേമുണ്ടോ കാര്യമുണ്ടോ ഒന്നല്ല. അയാളുടെ സ്വത്ത് നോക്കി നടക്കാനും അയാളുടെ മകളെ നന്നായി നോക്കാനും കഴിവുള്ളൊരു വ്യക്തിയാണ് ഇവെന്നുള്ളത് മനസ്സിലായി. അതോടുകൂടി കല്യാണം നടന്നു. ഇതായിരിക്കണം നമ്മുടെ ബുദ്ധി. മനുഷ്യന് മാത്രമേ ചിരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ. മനുഷ്യൻ മാത്രമേ അറ്റമായിട്ട് ചിന്തിക്കാനുള്ള തലച്ചോറ് കൊടുത്തിട്ടുള്ളൂ. ആ തലച്ചോറും ബുദ്ധിയും നമ്മൾ പ്രയോഗിക്കുന്നിടത്ത് പ്രയോഗിക്കുക, മന്ദബുദ്ധിയായി മാറാണ്ടിരിക്കുക. അപ്പോൾ ആ ചിരിക്കാനുള്ള കഴിവ് നമ്മളൊക്കെ ഉപയോഗിക്കുക. നാവ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാണ്ടിരിക്കുക. നാവിനെ കൊണ്ട് നമുക്ക് മധുരമായി തേനൂറുന്ന കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റിയതാണ്. അതേ നാക്ക് കൊണ്ട് തന്നെ നമ്മൾ ചീത്ത പറഞ്ഞ് ആൾക്കാരെ കയ്യിൽ നിന്ന് തെറി കേൾക്കാനും ഇടി കിട്ടാനും ചവിട്ട് കിട്ടാനും ആ നാക്ക് തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് നാക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. നമുക്ക് വീഡിയോ ഇവിടെ നിർത്തല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.